ഈ മരുന്നും വർക്കൗട്ടായില്ല. രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവള് മരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കിഡ്നി, ഹാർട്ട്, കണ്ണ്, ലിവർ എല്ലാം പെട്ടെന്ന് എടുക്കണം. യെസ് സാർ. സാർ, മൈക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വരാന്ന് പറ. ശരി സാർ. മാർഷലിന് ഫോൺ ചെയ്. അവൻ അയച്ചിരുന്നില്ലേ C37 ഒരു മരുന്ന്? അത് ശരിക്കും വർക്കൗട്ടായില്ല. ബോഡി പാർട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ക്യാഷ് പെട്ടെന്ന് അയക്കാൻ പറ. ഓക്കെ സാർ. ഹായ് മൈക്കൽ, സിറ്റ് ഡൗൺ പ്ലീസ്. ഈ ഡ്രഗില്ലേ, സിംപ്ലി സൂപ്പർബ്. 2-3 ദിവസം കൊണ്ട് റിസർച്ച് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഡു യു വാണ്ട് ടു സീ എ ഡെമോ? Yeah, I don't mind. ഹേയ്, നമ്മുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും പ്രോജക്റ്റ് ഫോട്ടോസും ആരോ എടുത്തോണ്ട് പോയിരിക്കുന്നു. നീ എന്തീ പറയുന്നേ? അതെ, ആരോ എടുത്തോണ്ട് പോയിരിക്കുന്നു. എന്താ? എൻ്റെ ഫാം ഹൗസിൽ നിന്ന് ആരോ എൻ്റെ ലാപ്ടോപ്പും നമ്മുടെ പ്രോജക്റ്റ് ഫോട്ടോസ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞത്. നീ എന്തിനാ അതൊക്കെ അവിടെ വെച്ചത്? ആരായാള്? ആരാന്നറിയില്ല. രാജാതിരാജ മാർത്താണ്ഡ വീരശൂര പരാക്രമിയായ എന്നോട് ഈ വേല കാണിക്കുന്നോടാ. തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്താ ചെയ്യണ്ടേ? പറ, എന്താ ചെയ്യണ്ടെന്ന് പറ. പറയാൻ എന്താ ചെയ്യണ്ടേ? ശിക്ഷ കൊടുക്കണം അല്ലേ? ഭാര്യയെപ്പോലെ അഭിനയിച്ച് മരുന്നും കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ ഭാര്യയായിട്ട് അവൻ്റെ കൂടെ അങ്ങ് ജീവിക്കായിരുന്നല്ലോ നീ. അവൻ എന്തോരം ധൈര്യം ഉണ്ടായിട്ട് അവൻ എൻ്റെ ഏരിയയിൽ വന്ന് കളിച്ചത്. അവൻ അന്നേ കൊന്ന് തള്ളിയിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ ഇവിടെ വരുമായിരുന്നോ? അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടാടി. അവൻ ഇനി ഏതായാലും അധിക കാലമൊന്നും ആയുസ്സുണ്ടാവില്ല. ഇന്ന് തന്നെ അവൻ്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. ദിനേശ് ഒന്നും അറിയില്ല. ഏട്ടൻ പാവ. എന്നെ അന്വേഷിച്ചായിരിക്കും അവിടെ വന്നത്. ദൈവത്തെ ഓർത്ത് ഏട്ടനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഇഷ്ടോ നിനക്ക് അവനെ? Oh my sweet. Oh, I'm sorry. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അവനോട് ലാപ്ടോപ്പായിട്ട് വരാൻ പറ. ഒറ്റയ്ക്ക് വരാൻ പറ. ഞാൻ അവനെ ഒന്നും ചെയ്യാൻ പോണില്ല. സത്യം കിട്ടും, അവനൊന്നും ഞാൻ ചെയ്യില്ല. Go ahead, take it. ലൗഡ് സ്പീക്കറിലിടെ. സ്പീക്കർ. ഹലോ ദിനേശ് ഏട്ടാ. ഐശ്വര്യ, ദിനേശ് ഏട്ടാ എന്തിനാ വീട്ടിലോട്ട് പോയത്? ലാപ്ടോപ്പ് എവിടെയാ? ആദ്യം നീയുള്ള സ്ഥലം പറ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ അന്വേഷിക്കണ്ട. ഐശ്വര്യ എവിടെ? ലാപ്ടോപ്പ് എവിടെ? ഐശ്വര്യ എവിടെ എന്ന് പറ. ഡാ, നീ ഡീല് സംസാരിക്കുകയാണോ? നീ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്നറിയോ നിനക്ക്? എനിക്ക് ഐശ്വര്യ കാണണം.
മര്യാദയ്ക്ക് ആ ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. ചേട്ടാ ഓപ്പൺ ആകുന്നില്ല. എന്താന്ന്? യൂസർ നെയിം ദിനേശ്, പാസ്വേഡ് ഐശ്വര്യ. നീ കണ്ടോല്ല? എല്ലാം കണ്ടു. ഒരു കോപ്പി എൻ്റെ കൈവശമുണ്ട്. ഐശ്വര്യ എനിക്ക് വിട്ടു തരണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര തരും നീ? 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷോ? എടാ, നീ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൾ ആരായിരുന്നെന്നറിയാമോ നിനക്ക്? ഞങ്ങൾ എത്ര രാത്രികളാ ഒരുമിച്ചുണ്ടായെന്ന് അറിയാവൂടാ നിനക്ക്? ഇപ്പോൾ അവൾ എൻ്റെ വൈഫാണ്. നിന്റെ വൈഫ് ദിനേശിന്റെ വൈഫ് ഐശ്വര്യ ദിനേശ്. വളരെ നല്ലവനാടാ നീ. മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടി നിന്നെ ഒരു എലിയെ പോലെ യൂസ് ചെയ്തിട്ട് വട്ടനാക്കി മാറ്റി. അവളോട് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഇഷ്ടം? അവളോട് നിനക്ക് ഒരു തരി പോലും ദേഷ്യമില്ലടാ? ഇല്ല? ചെല്ലേ, അവള് മുകളിലുണ്ട്, പോയി സംസാരിച്ചിട്ട് വാ. പൊക്കോ. ഇവനെങ്ങനെയാ മിസ് ചെയ്തത്? ഐശ്വര്യ കോപ്പറേറ്റ് ചെയ്തില്ല, പകുതി വെച്ച് വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാറ്റഗറി അതാ? A1-ലെ 5th സ്റ്റഡി. എന്താ റിയാക്ഷൻ? കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഓ, ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ ഇവൻ എത്ര ഡോസേജ് കൊടുത്തിട്ടുണ്ട്? 4 grams സാർ. 4 grams ഓഫ് ഡ്രഗ്സ്? ഇവൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നു? അതിനേക്കാളും 10 മടങ്ങ് ഒരു ഡോസേജ് കൊടുക്ക്. റിയാക്ഷൻ എന്താണെന്ന് അറിയാലോ? യെസ് സാർ. ചില ബുദ്ധിയുള്ള മനുഷ്യരുടെ ശരീരത്തിൽ ഈ മരുന്ന് എന്ത് റിയാക്ഷൻ ഉണ്ടാക്കുമെന്നറിയാൻ മറ്റുള്ളവർക്ക് വേണ്ടി വിരിച്ച വലയിൽ നീയായിട്ടല്ലേ വന്ന് പെട്ടത്. അത് നിന്റെ തെറ്റല്ല. പക്ഷേ ഞങ്ങളുടെ സീക്രട്ട് അറിഞ്ഞതിന് ശേഷം ഞങ്ങളോട് തന്നെ ഡീല് സംസാരിച്ചില്ലേ? അതെ, ഭയങ്കര തെറ്റായിപ്പോയി. ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്ന ഓരോരുത്തനും ഓരോരോ റിസൾട്ടാ തരിക. നീ എന്ത് റിസൾട്ടാ തരാൻ പോകുന്നെന്ന് നോക്കട്ടെ.
ഈ ഡ്രഗ് എൻ്റെ പേഷ്യൻ്റ് ദിനേശിന് കുത്തിവെച്ചിട്ടുണ്ട്. ആരാ കൊടുത്തേ? എന്തിനായിരിക്കും ഇത് കൊടുത്തത്? ചില ഫാർമ കമ്പനികൾ പുതിയ മരുന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിനായി എലി, കുരങ്ങൻ, മുയൽ എന്നീ മൃഗങ്ങളെ യൂസ് ചെയ്യും. പക്ഷെ ചിലർ നിയമത്തിനെതിരായി കൂടുതൽ പണം നൽകിക്കൊണ്ട് അത് മനുഷ്യ ശരീരത്തിലും ടെസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ അറിവ് വെച്ച് ഈ ഡ്രഗ് ഏതോ ഒരു വലിയ ഫോറിൻ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ ഏതോ ഒരു ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവൻ ദിനേശിന്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മരുന്നിന്റെ എഫക്റ്റ് കാരണം ദിനേശിന്റെ തലച്ചോറിന്റെ ആക്ടിവിറ്റി വളരെ കൂടുതലായി ദിനേശിന് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അപ്പോൾ ആർക്ക് കൊടുത്താലും കഴിഞ്ഞ ജന്മം ഓർമ്മ വരുമോ ഡോക്ടർ? ഡോണ്ട് ബി സില്ലി, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഒരുപക്ഷെ ചിലർക്ക് ബ്രെയിൻ ഡെത്ത് വരെ സംഭവിക്കാം. പക്ഷേ ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഐശ്വര്യ അയാളെ കബളിപ്പിച്ച് കല്യാണം കഴിച്ചിരിക്കുകയാണ്. ജയലക്ഷ്മി എവിടെയാണ്? അറിയില്ല. Striking at the right time, living like a villain and killing him at the right time. Fight time, can nobody run away right now? Right here, right now, we should be alive now. Nicola at the bottom of the Grita Saita, so anything the ego and it's in the Baita. Back with the vengeance from the dark dungeons, even get down to the deep dungeon. ഹേയ്, ജയലക്ഷ്മി എവിടെ? അറിയില്ല. ജയലക്ഷ്മി എവിടെയാണ്? ആ തോക്കില് ബുള്ളറ്റ് ഇല്ലടാ. ജയലക്ഷ്മി എവിടെയാണെന്ന്? ജയലക്ഷ്മി എവിടെ? ജയലക്ഷ്മി എവിടെയാണ്? ജയലക്ഷ്മി എവിടെ? അറിയില്ല.
പറയടാ, ജയലക്ഷ്മി എവിടെയാണ്? ആരായി ജയലക്ഷ്മി? ജയലക്ഷ്മി അറിയില്ല. What the hell's wrong with you? ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് പറയല്ലേ? Sorry. എന്തോന്നാടാ സോറി? നീ ഒരു മലയാളിയല്ലേ? മലയാളത്തിൽ പറയില്ല നീ? മലയാളത്തിൽ പറയടാ. മലയാളത്തിൽ സോറി ചേട്ടാ. നിന്നെ കണ്ടിട്ട് ആ നടരാജന്റെ നല്ല ചായ ഉണ്ടല്ലോടാ. നടരാജനോ? അതെടാ. അതാരാ? നടരാജനെ അറിയില്ല? ജയലക്ഷ്മിയെ കൊണ്ട് ഒളിച്ചോടിയത് നീയല്ലേടാ? ജയലക്ഷ്മിനെ കൊണ്ട് ഒളിച്ചോടിയതോ? നീ തന്നെ. എവിടെ? നീ ഒരു ശ്ലോകം ചൊല്ലിക്കേ, നടരാജനാണെന്ന് നോക്കട്ടെ. ശ്ലോകോ? പെട്ടെന്ന് ചോദിച്ചാ എങ്ങനെയാ ചേട്ടാ? അറിയില്ല. അന്യന്റെ ഭാര്യയെ ഒരിക്കലും മോഹിക്കരുതെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. അറിയില്ല നിനക്ക്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അറിയില്ല നിനക്ക്? മറ്റൊരു കണ്ണുകൊണ്ട് അന്യന്റെ ഭാര്യയെ നോക്കരുതെന്ന് ഇനി മനസ്സിലായില്ല? വായി തോന്നുന്ന ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മറ്റുള്ളവന്റെ ഭാര്യ അടിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണം അല്ലടാ? ജയലക്ഷ്മി ജയലക്ഷ്മിയെ കൊല്ലണം. അത്രേ ഉള്ളോ? ഇത് നിനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ തന്നെ കൊല്ലുമായിരുന്നല്ലോ. നീ എങ്ങനെയാണ് കൊല്ലുന്നത്? അവളെ ഞാനാണ് കൊല്ലേണ്ടത്. എന്റെ ഈ കൈ കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചു വേണം അവളെ കൊല്ലുവാൻ. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിനെ പോലെ ചാതുര്യവും മാധുര്യവും നിറഞ്ഞു നിന്ന ലാവണ്യവദനയല്ലയോ ജയലക്ഷ്മി? ദിനേശ് മരിച്ചു കഴിഞ്ഞു. അവൻ എൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ശരീരം അവൻ എനിക്ക് വിട്ടു തന്നതാണ്. ഇപ്പൊ ഞാൻ ശർമ്മയാണ്. അതേ ശർമ്മ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഭൂമിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ശർമ്മ. എന്തിനു വേണ്ടിയാണെന്നറിയോ? നിന്നെ കൊല്ലാൻ വേണ്ടി. ചതച്ചടിച്ചു കൊല്ലണം നിന്നെ എനിക്ക്. നീ എന്നെ കൊന്ന പോലെ തന്നെ അടിച്ചു കൊല്ലണം എനിക്ക്. അതെ, ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാ. വാ, എന്നെ അങ്ങ് കൊന്നേക്ക്. വാ, ഏട്ടന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ മരിച്ചോളാം. താലി കെട്ടിയവനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി ഓടുന്നത് തെറ്റല്ലേ ജയലക്ഷ്മി? നീ ചെയ്തത് തെറ്റല്ലേ? ആ കുരുത്തം കെട്ടവനായ നടരാജന്റെ കൂടെ, എന്നെ കണ്ട പേടിച്ച് മൂത്രമൊഴിക്കുന്ന ആ തെമ്മാടിയുടെ കൂടെ. ദിനേശ് ഏട്ടാ, ഏട്ടനോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന് ഞാൻ മരിച്ചോളാം. ആദ്യം എന്റെ വയറ്റിൽ വെടിവെച്ച് കുഞ്ഞിനെ കൊന്നേക്ക്, അതിനുശേഷം എന്നെയും കൊന്നുകളാം. കുഞ്ഞായത് നമ്മുടെ കുഞ്ഞിനെ ഞാൻ അറിയാതെയാണ് കൊന്നത്. എന്നോട് ക്ഷമിക്കുക.